നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ അവസാനത്തെ ദിവസമാണെന്ന്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്ന റൂമിലുണ്ടായിരുന്ന 7up, പെപ്സി, പീനട്ട് ഇതൊക്കെ പെയ്ഡായിരുന്നു നമ്മൾ പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ആ ഫ്രീസറിൽ വെച്ച സാധനങ്ങളൊക്കെ പെയ്ഡാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ചെന്ന ഉടനെ പെപ്സിയൊക്കെ എടുത്ത് ഫുള്ള് കുടിച്ച് ഫുൾ ജാലിമണി പരിപാടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിൻ്റെ പൈസ കൊടുക്കണം, ബാത്ത് കൊടുക്കണം. ബാത്ത് സാൽക്ക് എത്ര ബാത്താണ്? അപ്പോൾ നമ്മൾ ബില്ലടിച്ച് തരാം കേട്ടോ. മാഡം മൈ ബിൽ. ഹൗ മെനി? 310 ബാത്ത്. സാൽക്ക ഒന്നിവിടെ വരൂ. കുറച്ച് ബാത്ത് കുറവുണ്ട്. എങ്ങനെ എത്ര ബാത്തായത്? ഒരു 100 ബാത്ത് തന്നാൽ മതി. 330 ബാത്ത്. പക്ഷെ നമ്മളെ കണക്ക് പ്രകാരം 220 ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് 600 ബാത്ത് തരാൻ ഞാൻ. ഇത് 500. 100 മതി. ഇതിപ്പോ 230 ഉണ്ട്. 330 ആണ്. എന്തിന്? 120യോ? ഒരു മിനിറ്റ്. അപ്പൊ നോക്കട്ടെ. അപ്പൊ എത്രയായി ടോട്ടൽ? എത്ര? 310 ആണ് അല്ലേ? ഓക്കെ. ഇപ്പൊ പറഞ്ഞുതരാം. ഇല്ല 100, 200, 250, 20, 40, 60. ഇതാ എണ്ണി നോക്കി. താങ്ക് യു. ഓക്കെ. സിഗ്നേച്ചർ ഒക്കെ ഇട്ടരാ. പൈസ കുറയ്ക്കാനല്ലോ ഒപ്പുണ്ടോ? അപ്പോൾ നമ്മൾ തായ്ലൻഡിൽ നിന്ന് പോവാട്ടോ. നമ്മളെ ബസ്സായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ പോവാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ വിളി തുടങ്ങിക്കണേ. അപ്പോൾ ഐശുണ്ട്, താത്താൻ്റെ കുട്ടിയാണ്. ഐശൊക്കെ ഇന്നലെ മെസ്സേജ് ഉണ്ട്, ഫുൾ ഫിറ്റിങ്. എവിടെ നിങ്ങൾ കുറേ ദിവസമായാലോ പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐശു അയച്ച മെസ്സേജ് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. ഇന്ന് കുറച്ച് പ്ലാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ നാട്ടിലേക്ക് കയറും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരും. കൊറേ നാളായില്ലേ പോയിട്ട് ഒന്ന് വന്നാണ്. എന്നിട്ട് ഇവനത്തും കാണും ദൂഷായിട്ട് പോയിട്ട് ഭാഷയെ പെട്ടെന്ന് വന്നാണിത്. ഭാഷയിലെ എനിക്ക് അടിച്ചിട്ട് വരാത്തോണ്ട് ഒന്ന് വാ. അത്തങ്ങാ നേരായിപ്പത്. എനിക്ക് മമ്മക്കുട്ടി ഒന്നും വാങ്ങൂലല്ലോ. ഞാൻ മുണ്ടൂട. പക്ഷേ മമ്മക്കുട്ടി വാങ്ങിയാലോ ഞാൻ മമ്മക്കുട്ടി വാങ്ങിയാലോ മുണ്ട, അല്ലെങ്കിൽ ഞാൻ മുണ്ടൂല. ഓക്കെ. ഇജില്ലേ മമ്മക്കുട്ടി വാങ്ങിയില്ലെങ്കിൽ എന്നോട് ഇതാവൂല. അപ്പം നമ്മൾ ബാങ്കോക്കിലെ സഫാരി വേൾഡിലായിട്ടുള്ളത്. ഇന്നിവിടെ ഓറാങ്കുട്ടാൻ ഷോ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളെ ഗൈഡ് നമ്മളെ വിളിക്കുന്നുണ്ട്. നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഓറാങ്കുട്ടാൻ ഷോ ഇന്ന് ബ്ലാക്ക് സ്ക്വാഡാണ്. ബ്ലാക്ക് സ്ക്വാഡ് അറിയാതെട്ടാണ്. പക്ഷെ എല്ലാവരും ബ്ലാക്ക്. ഇവിടെയൊക്കെ ബ്ലാക്ക്. ബ്ലാക്ക് സ്ക്വാഡ് ലാസ്റ്റ് ഡേ അല്ലേ? അപ്പോൾ നമ്മൾ ഓറാങ്കുട്ടാൻ ഷോ നമ്മൾ പല ഷോകളും കണ്ടിരിക്കുന്നത്. ഇന്ന് ഓറാങ്കുട്ടന്മാരെ ബോക്സിങ് നമ്മൾ കാണാൻ പോകണം കേട്ടോ. കമോൺ. പക്ഷെ ഇവിടെ ഒരു സമ്മേളനത്തിൻ്റെ ആൾക്കാരുണ്ട്. എവിടെ ഒന്ന് കാണാൻ പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. പോയോക്കാം. ബ്ലാക്ക് സ്ക്വാഡ്. കമോൺ, ഫോളോ മീ. അറിയുമ്പോൾ ബാക്കിൽ നടക്കണ്ട കേട്ടോ. എൻ്റെ മുന്നിൽ കയറി നിന്ന് കണ്ടാലും വീഡിയോ എടുക്കണ്ടേ. കമോൺ. അല്ല, ഓറാങ്കുട്ടാൻ ഷോ ആണ്. അവിടെ കണ്ടോ ഒരു ബോർഡ് വന്നിരിക്കണേ ഗോൾഡൻ പാലസിന്റെ. അത് നോക്കി ഇങ്ങനെ പോവുക കേട്ടോ. വാ. Welcome to Safari World. This area we want to check your bag. Food, water, snack not allowed inside. If you have some water, a little bit, please bring now. ഫുഡും വാട്ടറും ഒന്നും അലൗഡ് അല്ല കേട്ടോ. You want to keep here? We have the number for return. Thank you for cooperation. Safari Adventure in Safari World. ഹലോ ഗായ്സ്, ഞങ്ങൾ ടിക്കറ്റുമായി ഞങ്ങൾ ഗൈഡ് വരുന്നു. മറിയം. ഓക്കെ. മേക്ക് ലൈൻ ലൈനായിട്ട് വെക്കൂ. ലൈനായിട്ടാ ഞാൻ തന്നെ മുന്നിൽ വെക്കാം. ടിക്കറ്റ്. എല്ലാവരും ഓടുക കേട്ടോ. ഓറാങ്കുട്ടൻ ഷോ കാണാൻ വേണ്ടി ഓടുകയാണ്. വാ. ഗോൾഡൻ പാലസ് ടൂർസ്.
ഇതെന്താണ് എന്താണ് കുതിര കളിക്കുക അറിയണം കേട്ടോ. Push up. 3, 4, 5. സിറ്റപ്പ് ചെയ്യാട്ടോ, സിറ്റപ്പ് ചെയ്യാണ്. ഇനി 4 പുഷപ്പും കൂടി ഉണ്ട്. മത്സരം ആരംഭിക്കാൻ പോവാണ്. സ്റ്റാർട്ട്. ഫൈറ്റ്. എന്റെ മോനെ. ഡോക്ടർ ഡോക്ടർ അടിപൊളി ഷോ ആയിരുന്നു. Did you like it? How was the show? Good. Nice. Okay, see you brother. അപ്പോൾ കാണികൾക്ക് എല്ലാവർക്കും നമ്മുടെ ഔറാങ്കുട്ടൻ ഷോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കാണികളെല്ലാവരും ഒരേ സ്വരത്തിൽ കൈയടിച്ച് ആഹ്ലാദിച്ച് അർമാദിച്ച് പോകുന്നു. അതായത് പരിപാടി കഴിഞ്ഞാൽ ഓല തന്നെ വൃത്തിയാക്കട്ടെ എല്ലാം. അതിന് വേറെ ഒരു ആവശ്യമില്ല. പരിപാടി അതിൻ്റെ ക്ലീനിങ്ങും ഓല ഡ്യൂട്ടി തന്നെയാണ്. ക്ലീനിങ് ഒക്കെ ഓര തന്നെ ചെയ്യും. എറിഞ്ഞ കുപ്പിയും പട്ടയൊക്കെ ഓരെ കൊണ്ട് തന്നെ പൊറുക്കിപ്പിക്കുക കേട്ടോ. എന്ത് പന്നിക്കോരെ? അതൊക്കെ ഏതാ മീന്? ഞങ്ങളെ നാട്ടിലൊന്നുമില്ലല്ലോ അങ്ങനത്തെ മീന്. പന്നിക്കോരയാണല്ലോ. എന്താ പറഞ്ഞേ? ഏത് മീനാ പറഞ്ഞേ? ഏതാ മഞ്ചേരി മാത്രമല്ല പന്നിക്കോര. മഞ്ചേരിക്കാരുണ്ടെങ്കിൽ പറയട്ടോ. ഞമ്മക്കൊന്നും അറിയില്ല. നിലമ്പൂരും അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒരു മീനില്ല പന്നിക്കോര. പന്നിക്കോര ഒരു പേര് പറഞ്ഞാണല്ലോ. കുമാരയുടെ പന്നിക്കോര പറഞ്ഞ മീനുണ്ടോ? പന്നിക്കോര പറഞ്ഞ മീൻ അറിയാം നിങ്ങൾക്ക്? ആ അതാണ് ഞങ്ങളെ നാട്ടിലും ഇല്ല. ബാ അപ്പം നമ്മൾ ഔറാങ്കുട്ടൻ ഷോ കഴിഞ്ഞ അടുത്ത് നമ്മൾ എലിഫന്റ് ഷോ കയറാൻ പോകാം കേട്ടോ. കമൺ കമൺ. അതേപോലെ ഹൗസ്ഫുള്ളാണ്. നമ്മൾ കയറിയാൽ വേണം കേട്ടോ. ഇതിലെന്താണ്? ആ ഷാർക്ക് ഉണ്ട്. വലിയ ഷാർക്ക്. നോക്ക്, ഷാർക്കാണിത്. വാ വാ വാ, കം കം കം. അടുത്ത എലിഫന്റ് ഷോ ഉണ്ട്. എലിഫന്റ് ഷോ. ആ സീറ്റ് ഫുള്ളാവണുള്ളൂ. ഓക്കെ, എലിഫന്റ് ഷോക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഇവിടെയാണ് എലിഫന്റ് ഷോ നടക്കുക കേട്ടോ. നമുക്ക് മുകളിൽ പോയിരിക്കാം അല്ലേ? എടി ഇവിടെയൊക്കെ ഗ്യാപ്പുണ്ട്. ഫ്രണ്ടിൽ ഇരിക്കണോ? അപ്പോൾ നമ്മളെ ഷോ ആരംഭിക്കാൻ പോവാണ്. ഷോ മെല്ലെ മെല്ലെ തുടങ്ങാം കേട്ടോ. ആനകളുടെ സർക്കസ് ഷോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആന ഷോ. കേറിട്ടോ, അവിടെ കേറി.
അടിപൊളിയല്ലേ? കഴിഞ്ഞിട്ടില്ല, ഇനി ഷോ ഉണ്ട്, ആന ഷോ. Continuous practice makes success. Oh! ആനറിയാൻ പോകുന്നു. അതിന് ഏറ് കൊണ്ട ഇരിക്കണ താത്ത ബുക്കിട്ട് അവിടുന്ന്. അതാണ് ഗെയിം. ഏറ് കറക്റ്റ് കൊണ്ടാല് ആ താത്ത അവിടുന്ന് ബുക്കും. അടുത്ത ആനന്റെ ഊഴാണ്. നെക്സ്റ്റ് വൺ ആന. എന്താറിയോ, ആനയോട് പറഞ്ഞിട്ടുണ്ടാവും മൂന്നാമത്തെ ഏറിലെ എറിയാൻ പാടുള്ളൂ. കണ്ടോ, 2 ആന കൽപ്പിച്ചു വിട്ട് എന്ത് ചെയ്യും? ഇവന്റെ ഏറുള്ളൂ, അവൻ കൊണ്ട്. താത്ത 3 വെട്ടോ 3. നല്ല ഉന്നാട്ടോ. ആന ഇതിൽ കൊള്ളിക്കിട്ടോ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്താ ട്രെയിനിങ്! ആൾക്കാരെ മേത്തേക്കൊക്കെ വെള്ളമൊക്കെ ഉണ്ട്. ഇറങ്ങി ഓടുന്നുണ്ടോ ഓരോരുത്തർ. നിരന്ന് നിന്ന് വെള്ളം തെറിപ്പിക്കാട്ടോ. ഒരാൾ കൊടയൊക്കെ നിർത്തി അവിടെ. മുന്നിൽ പോയിരിക്കാത്ത ഭാഗ്യം. ആകെ നനഞ്ഞ് വിളിച്ചിട്ട് അവിടെ ഇരുന്നോലൊക്കെ. എല്ലാവരും തൊടുന്നുണ്ട്, അപ്പം നമുക്ക് തൊടാനൊരു കൗതുകം. ചേച്ചി എന്നെ തൊടട്ടെ, ഒരു ഗ്യാപ്പ് തരൂ പ്ലീസ്. ഗിവ് മി എ ഗ്യാപ്പ്. I want to touch.
ഓ തൊട്ടേ കൊണ്ടുപോയി ഇത് അപ്പൊ നശ്വക്ക എന്നെ തൊടണം പറഞ്ഞു പോയതാണ്. തൊട്ടോ? ആ തൊട്ട് ഹാപ്പി അല്ലേ? മാണി തൊട്ടോ, ഒന്നുകൂടി തൊട്ടോ. തൊട്ടോ ഇങ്ങനെയൊക്കെ അങ്ങ് തൊടാൻ കിട്ടുള്ളൂ. ആ പോയി എന്തൊക്കെ ഇപ്പൊ എനിക്ക് കിട്ടിയത്? ആനനെ തൊട്ട് ഇനി ഇവിടുന്ന് പറഞ്ഞോ ആ കുട്ടി ഇരിക്കണൊക്കെ അതിന്റെ മേലെ. നീർനായാണ് ഇട്ടത്, നീർനായ. ഇടക്ക് വെള്ളത്തിൽ നിന്ന് പൊങ്ങോ നോക്കാം നമുക്ക്. അത് പൊങ്ങിയില്ല. ഇത് പൊങ്ങോ? അവിടെ പൊങ്ങുണ്ട്. നീർനായ കേട്ടോ. ഇതാക്കണം ഇവിടെ. എവിടെ നോക്കട്ടോ. അപ്പോൾ ആമനെ കണ്ടുപിട്ടിട്ട് നമ്മൾ ആമയെ കണ്ടുപിട്ടി. ഒരുപാട് ആമകളുണ്ട് കേട്ടോ. അവിടെ ഒരു ആമ, ഇവിടെ ഒരു ആമ, അവിടെ ഒരു ആമ, ഇതവിടെ ആമ, ഇതവിടെ കാലിൻ്റെ ചോട്ടിലെ ഒരു ആമ. ഇതവിടെ നോക്കിയാൽ ആമ വെള്ളം കുടിക്കണം. യശോ ആമനെ കണ്ടില്ലേ? പോലെ യശോ ഇനി അടുത്ത സ്പൈ വാർ ഷോ ആണ് കേട്ടോ. സ്പൈ വാർ ഷോ എന്താണെന്നറിയില്ല, പോയോ കേട്ടോ. അടുത്ത നമ്മൾ സ്പൈ വാർ ഷോ കയറാൻ പോകട്ടോ. സ്പൈ വാർ ഷോൻ്റെ എൻട്രി ആണത്. സ്പൈ വാർ ഷോ കയറി നോക്കട്ടോ. അപ്പോൾ ഇത് എന്ത് ഷോ ആണെന്ന് അറിയുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ ഷോ. സ്പൈ വാർ ഷോൻ്റെ ഗാലറി. എന്ത് ഷോ നമുക്ക് നേരിട്ട് കാണാം. കാണികളെല്ലാം ആകാംക്ഷാഭരിതരായി കാത്തു നിൽക്കുന്നു. ആ ശരത്തേട്ടാ, സെറ്റല്ലേ? തൃശ്ശൂരാണോ? ഓക്കെ. ഗെറ്റ് വെറ്റ് ഇതിന്റെ മുന്നിൽ തന്നെ എഴുതിക്കണ് 6 ഫ്രണ്ട് റോസ് മേ ഗെറ്റ് വെറ്റ് എന്ന് എഴുതി വെച്ചിരിക്കണേ. അതാരും ശ്രദ്ധിക്കാതെയാണ് എല്ലാവരും എന്ത് ചെയ്യണത് ഇവിടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 6 റോ നനയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമ്മളിരുന്നിരിക്കുന്നത് ഒരു 10ാമത്തെ റോയിലാട്ടോ. അപ്പം ഇനി 6 റോ എന്ന് എഴുതി വെച്ചാലും 10 എത്തുന്നില്ല നമുക്കറിയില്ല. കാത്തിരുന്ന് കാണാം. അപ്പോൾ ആ എഴുത്ത് ആരും ശ്രദ്ധിക്കാതെ മുന്നിൽ പോയിരിക്കുന്നുണ്ടോ. അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ട് മുന്നിൽ പോയിരിക്കുന്നു. കടന്നു വരൂ, മുന്നിൽ പോയിരിക്കൂ. ഓ അതാത്തേക്കൊക്കെ മുന്നിൽ പോയി കുത്തിരുന്നത് ഫസ്റ്റത്തെ വരിയിൽ അടുത്തുനിന്ന് കാണാൻ. And I think we talk to them how good life. I'm sure you will enjoy it. Marco, you are crazy. Go to hell. Do it. Hurricane. No, I said no. Thank you. Damn it. ചെക്കൻ ഓരോരുത്തരെ തീർക്കാൻ തുടങ്ങിട്ടോ. ആ വരുന്നേ. ഓ മോനെ സീന് കൊണ്ടയപ്പാ ആകെ വെള്ളം തെറിപ്പിച്ചിട്ടോ.
അല്ല ഇങ്ങോട്ട് തെറിച്ചോ ഇപ്പൊ തെറിപ്പിക്കട്ടെ ഇറങ്ങി ഓടിക്കോലെ എല്ലാരും എടാ അല്ലോ ആദ്യത്തെ വരിയിൽ മുന്നിൽ പോയിരുന്നവരൊക്കെ പെട്ടു എന്താ ഇവിടെ ഉണ്ടേ ഇവിടെ കുറെ രക്തസാക്ഷികളുണ്ട് വെള്ളം തെറിച്ച് ആകെ നനഞ്ഞ് കുളിച്ചിരിക്കട്ടെ എല്ലാരും വെറുതെ 3 പടക്കം വെച്ചിനി ആ പൊട്ടിച്ച പോകുമ്പോ മേടിച്ചു ക്ലൈമാക്സ് ഫുൾ വയലൻസ് എന്തൊക്കെ സംഭവിക്കണേ അല്ലാ കന്യാസൊക്കെ തെറിച്ച് നമ്മള് ഒട്ടകത്തിനെ കാണണം കേട്ടോ ഒട്ടകം ഒരുപാട് ഒട്ടകങ്ങൾ ഇതെന്താ പറയുക സഫാരി വേൾഡാണ് ഇനി ഇവര് പോളാർ ബിയറിനെ കൊണ്ടുവരുന്നുണ്ട് അതിന്റെ ബോർഡ് ഉണ്ടോ അവിടെ ഒട്ടകം സർവൈവ് എല്ലാ സെറ്റപ്പുകളും ചെയ്തു കൊടുക്കും അപ്പൊ സർവൈവ് ചെയ്യും ക്ലൈമറ്റ് ആകണ ഓരോ അവിടെ ഗ്രൗണ്ടൊക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും അപ്പൊ ഏഷ്യൻ ടാപ്പ് ചെയ്യാന്ന് അതിന്റെ പേര് കേട്ടോ ആനന്റെ മുഖം ഇങ്ങനെ ഒരു ആനന്റെ ടച്ച് ഉണ്ട് എന്നാ ഇപ്പൊട്ടാമസ് വിട്ടും ചെയ്തേക്കാണ് കളറാണെങ്കിൽ പാണ്ടന്റെ കളർ ഓരോരോ ജീവികളെ വേണ്ടി വരുമ്പോ ഇവിടെ വരിക വെള്ളം കുടിക്കാൻ പോവാ സെറ്റാണ് എന്താ അഭിപ്രായം അടിപൊളിയായിരുന്നു ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണല്ലോ അബുക്ക ആ സീ ലാൻഡ് ഷോ ഒക്കെ അപ്പൊ നമ്മൾ ആകാംക്ഷ പരിതരെ കാത്തിരിക്കുകയാണ് ഇന്ന് ഫുള്ള് ഒരു അഡ്വഞ്ചർ ലൈഫാണ് നമുക്ക് അല്ലേ അതായത് നമ്മൾ പേടിച്ചിരുന്ന ജീവികളെ കൊണ്ടൊക്കെ മൂക്കുകൊണ്ട് ഇഞ്ഞ വരപ്പിക്കാം അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിനി സഫാരി വേൾഡിൽ സഫാരി അഡ്വഞ്ചർ കേട്ടോ ബേബി ഷാർക്ക് അതായത് ഡോൾഫിനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അല്ലേ അബുക്ക ഡോൾഫിൻ ഉണ്ടോ ഇതിൽ ഡോൾഫിൻ ഉണ്ടോ പക്ഷെ ഇതിൽ ഷാർക്കാണല്ലോ എഴുതിയിരിക്കണത് ബേബി ഷാർക്ക് പോയോക്കെ അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുക ഡോൾഫിനാണോ ഷാർക്കാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും മീനിൻ്റെ വെറൈറ്റി കളികൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പോയോക്കെ കേട്ടോ കം ഇതൊരു കുപ്പായേ ഉള്ളൂ ഇത് പൗതി ടീഷർട്ടാ ബാക്കി ഷർട്ടും ഡോൾഫിൻ നെയ് മതാമാ ഒള്ളി നമുക്ക് നമ്മളെ എന്താണ് പോണേ ഷാർക്കല്ല ഡോൾഫിൻ ഡോൾഫിനും ഷാർക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഷോ കാണാൻ പോവാണ് ഹായ് ബേബി Hi, say hi. Hi. Say hi. Say hi. Oh. Okay, ladies and gentlemen, keep it on. Wait. 2, 3. Dolphin shot. Dolphin shot. Okay, everyone, first action. This part of magic shot. She got more to billion. Wow, this time for magic shot! Something like so! 1, 2, 3! Yay! ขอบคุณมากเลยนะคะน่ารักมาก Oh my god! What is it? Okay, this is the woman who. Okay, ladies and gentlemen, the next lovely. What are we calling a dancing camera? Enjoy my 2, 3, 1, legend! Hey! โอ้โหในช่วงนี้ชมกันนานกันหัวหูเราคงตกใจปากนั่นเองโอเคไม่มีหล่นเลยนะคะเรียกว่าให้ความสามารถสุดพิเศษของเขามาเดี๋ยวพี่เชี่ยก็ชิโก
ക്രോക്കഡൈലിനെ കാണാൻ പോകുന്ന കേട്ടോ. ക്രോക്കഡൈൽ ചത്ത പോലെ കിടക്കാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ കണ്ടാണ് ഒരു താത്ത ഇവിടെ ഒരു സീൻ ഈഗിൾ അവിടെ ഉണ്ട് അല്ലേ. ഇവിടെ ഔളിനെ കൊണ്ടിരിക്കുന്നുണ്ട്, ഇനി ഒരു ഈഗിളിനെ കൊണ്ടിരിക്കുന്നുണ്ട് വേറെ ആള്. ഇങ്ങോട്ട് തിരിയണല്ലോ. ആ തിരിഞ്ഞ് സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ബോസ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി. എന്താ രസമല്ലേ കാണാൻ. പേടിയാവില്ല, തുറപ്പിച്ച് നോക്കുക. വേറൊരു കാക്കത അവിടെ വേറെ ഈഗിളിനെ കൊണ്ടിരിക്കണേ. ഓ കാണുന്നുണ്ടോ? നീർനായ ഷോ ആണ് കേട്ടോ, നീർനായ ഷോ. നീർനായന്റെ പന്ത് കളിയാണ്. എന്റെ മോനെ പോണോക്ക്. ഓ ഫ്രീ സ്റ്റൈലാട്ടോ, നീർനായന്റെ ഫ്രീ സ്റ്റൈലാണ്. ഗോൾ! ഒരെണ്ണ പന്തെടുത്തോണ്ടിരാ, ഒരെണ്ണ ഗോൾ അടിക്കുക. ഗോളാ വൈറ്റ് ആക്കിട്ടാ പോയത് കേട്ടോ. Juggling. Oh, freestyle by Nirnaya. And കറക്റ്റ് സ്പോട്ടിൽ ഇട്ട് കൊടുത്തോ.
ലാൻഡ് ഷോ കണ്ടിട്ടോ. സീ ലാൻഡ് ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കൗബോയ് ഷോ, അടുത്ത കൗബോയ് ഷോ ഒക്കെ പോകണം കേട്ടോ. അപ്പോൾ സീ ലാൻഡ് ഷോ അടിപൊളിയായി, ഗംഭീരമായ പ്രകടനമായിരുന്നു സീ ലാൻഡ് നടത്തിയത്. ഇനി നമ്മൾ കൗബോയ് ഷോ കമോൺ. കുറേ സീ ഫിഷുകളാട്ടത്, സീ ഫിഷസിനൊക്കെ പിടിച്ചതിൽ കൊണ്ടുവന്നിട്ടിരിക്കണു. ഞങ്ങൾക്ക് എന്താണ് അറിയോ, ആ നിൽക്കണ ആ വള്ളത്തിൽ ഈ ചേച്ചി പണ്ട് ഇവിടെ തേങ്ങ മുറിക്കണ സമയത്ത് കത്തി കൈമ തട്ടി മരിച്ചാണ്. അയാൾ ഈ പാത്രം ഉണ്ടാക്കുന്ന സമയത്ത് ആ വള്ളത്തിൽ വീണാണ്ട് മരിച്ച ആളാണ്. ആ ആള് ചക്ക തലയിൽ കൊണ്ട് മരിച്ച ആളാണ്. അങ്ങനെയാണ് പോലെ ഇത്. അയാടാ പറഞ്ഞ നീന് പോന്നപ്പോ പെണ്ണുങ്ങളെ പറ്റിച്ച് പെണ്ണുങ്ങളെ വെള്ളത്തിലിട്ട് കൊന്നു തരണോ? അതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. കമോൺ. അപ്പൊ എല്ലാ ഷോകൾക്കും ശേഷം നമ്മളിതാ കൗബോയ് ഷോ കാണാൻ വന്നോ. കൗബോയ് ഷോ ഇപ്പോൾ തുടങ്ങും. അതിന്റെ സെറ്റാണ് ഇട്ടിരുന്നത് കേട്ടോ. കുതിര, അതായത് ഇവിടെ ഓരോ ആളുകൾ കുതിരമേലും മറ്റു സാധനത്തിലൊക്കെ വന്നിട്ടുള്ള സാഹസിക പ്രകടനം നമ്മൾ കാണാൻ പോണത്. ലെറ്റ്സ് സീ ദ ഷോ. എന്റെ മോനെ സീന് രണ്ടോ അലക്കീറോ വെള്ളത്തിൽ എടുത്തോളൂ. കലാപമായി, ആകെ കലാപായിട്ടോ. ഫുൾ ഫൈറ്റ്, തലങ്ങും ബലങ്ങും അടി. ഇതാണ് കൗബോയ് ഷോ. നായകന്റെ അടി, നായകന്റെ ഫൈറ്റ് ആണ്. ഓ ചാട്ടവാറുകൊണ്ട് അടിച്ച് നായകൻ അടിക്കുന്നു. ചാട്ടവാർ ഷോ. കോടാലെടുത്ത പോടി എന്താ കളരിപ്പായിട്ട് അടിയട. ഓ അവിടെ ഇരുന്നാലും പോയി ഒന്ന് അനഞ്ഞിട്ടോ. ഒരു പടക്കത്തിന് തിരിയെടുത്ത് വിട്ടിക്കണേ. എല്ലാരും തലയ്ക്ക് വെള്ളായി. ആകെ നനഞ്ഞിട്ടോ. നനഞ്ഞവരൊക്കെ തലയൊക്കെ തോറ്റാണ്. എല്ലാരും നനഞ്ഞു. ഞാൻ ഇവിടെ ഇരുന്നോളാറ്. ചെക്കനാട്ടി വിട്ട്.
ഇവനൊക്കെ നല്ലോണം തീർപ്പതേക്കിട് നനഞ്ഞിട്ട്. ഒരുപാട് ഷോകളുണ്ട്. എന്താണ് നിങ്ങളെ അഭിപ്രായം കണ്ടതില്? ഒരു എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങളാണ്. സൂപ്പർ എടുക്കല്ല, നമ്മൾ അത്ഭുതപ്പെട്ടു. ലാസ്റ്റ് കൗബോയ് ഒരു പ്രതീക്ഷയില്ലേനു, പക്ഷെ അത് അടിപൊളിയായി. ആകെ ടയർഡായിട്ട് എല്ലാവരും ലാസ്റ്റ് അവസാനത്തെ ദിനാണ് കൗബോയ്ക്ക് കയറിയത്. അത് പൊളിച്ചടുക്കി സ്റ്റണ്ട് ഷോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന ഗോൾഡൻ പാലസിന് ഞങ്ങളെ ഹൃദയം നിറഞ്ഞ നന്ദികൾ അറിയിക്കുകയാണ്. ഇനിയും ഗോൾഡൻ പാലസിന് നേതൃത്വത്തിൽ ഇതുപോലുള്ള വൻ ട്രിപ്പുകൾ വരട്ടെ എന്ന്. അതിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഗോൾഡൻ പാലസിൻ്റെ നമ്പറും കൊടുക്കും, കോൺടാക്ട് നമ്പറും കൊടുക്കും, പേജും കൊടുക്കും. ഇന്റർനാഷണൽ നമ്മൾ ഏതും ചെയ്യും, ഇന്റർനാഷണൽ ചെയ്യും. ഇനിയിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നോർത്ത് സൈഡ് കാര്യങ്ങൾ ഏതും നിങ്ങൾക്ക് ട്രിപ്പുമായി ബന്ധപ്പെട്ട് നല്ലൊരു പാക്കേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ പാലസുമായി ബന്ധപ്പെടാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കും. നമ്മുടെ സ്വന്തം അബുക്ക ജുനുക്ക എന്നൊക്കെ പറയുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ പോലെ കാണുന്നവർ തന്നെയാണ് ഗോൾഡൻ പാലസ് ടൂർസ്. നമുക്ക് വർഷങ്ങളായില്ല പരിചയമുള്ളതാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം, ഒരു കുറവ് വരുത്താതെ ഒരു നോക്കുന്നില്ലാണ് നമുക്ക് തരാൻ പറ്റുന്ന ഗ്യാരണ്ടി. അപ്പോൾ ഞാനും വന്നത് അബുക്കാൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിലും നിങ്ങളോ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയോ എല്ലാവർക്കും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യം എല്ലാവരും റിമൈൻഡറിൽ വെക്കുക. ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ട്, ഗോൾഡൻ പാലസിൻ്റെ പേജിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കും, കോൺടാക്ട് നമ്പറും ഞാൻ കൊടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു യാത്ര ഒരുക്കി തന്ന ഗോൾഡൻ പാലസിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ജിറാഫിനെ കാണാൻ പോകുന്നു. മോർ ദാൻ 200 ജിറാഫ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ജിറാഫുകളെ കാണുന്നു. 200 ജിറാഫ് ഉണ്ട് എന്നാണ് അവിടെ. ഓ, വലിയ ജിറാഫുകൾ കേട്ടോ, ബിഗ് ജിറാഫ്സ്. സീബ്ര. ഇപ്പൊ നമ്മൾ സീബ്രനെയും കണ്ടു. സീബ്ര എന്താ രസല്ലേ? സഫാരി വേൾഡിലെ സീബ്ര ഉണ്ടോ? റൈനോസേഴ്സ് ആണ് കേട്ടോ. സഫാരി വേൾഡിലെ റൈനോസേഴ്സ് ആണ്. സഫാരി വേൾഡിലൂടെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മളെ ബസ്. ഒരുപാട് മൃഗങ്ങളെ കണ്ട് നമ്മൾ സഫാരി വേൾഡിലൂടെ പോകുന്നു. നശ്വാ, some name I don't know, but I know the one is big and the one is a pink mouse. സിംഹങ്ങൾ, ഒരുപാട് സിംഹങ്ങൾ കേട്ടോ. ഫുഡ് എടുത്തിട്ട് കയറി കേട്ടോ വണ്ടിമേ. To come over here. ഓ, സിംഹം. അപ്പോൾ ഈ സിംഹം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ അതിലേക്ക് ഡെയിലി വരുന്നുണ്ട്. നമുക്ക് ഇതൊരു വലിയ പേടിയായിട്ട് തോന്നില്ല. പക്ഷെ ഇവിടെ സായൽക്കൊക്കെ എന്ത് ചെയ്യണേ, പേടി. നമ്മൾ കാടുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് നമുക്ക് പേടിയൊന്നുമില്ല. തീറ്റ കിട്ടിയിട്ട് കയറി കേട്ടോ. തീറ്റ കിട്ടിയിട്ട് രാവിലെ, അപ്പോൾ ഫുഡ് കിട്ടിയിട്ട് അതിമ കയറി കേട്ടോ ഒരു. അപ്പൊ ഇനി നമ്മള് ടൈഗറിനെ കാണാൻ പോകട്ടോ. ഇപ്പൊ നമ്മള് സിംഹത്തിനെ കണ്ടു. എവിടെ? അതിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പൊ ഇന്ത്യയിലെ ടൈഗറിനെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് അതിനെ കാണാൻ നമ്മള് തായ്ലൻഡിൽ കൂടെ ഫ്ലൈറ്റ് എടുത്തിട്ട് കയറി തന്നിട്ട് സൂവിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. സത്യം പറഞ്ഞതല്ലേ, ഒരുവിധ സാധനങ്ങൾ ഇപ്പൊ ഇനി ഇവിടെ ഷോപ്പുകളിലാണെങ്കിലും കച്ചവടം ചെയ്യുന്ന സാധനങ്ങൾ കൂടുതൽ എവിടുന്നാണ്? ഇന്ത്യൻ മാർക്കറ്റിലുള്ള സാധനങ്ങൾ തന്നെ അല്ലേ? ഗുജറാത്ത്. അതെ. അപ്പൊ അതിനാണ് ഇങ്ങനെ ചെയ്യണത്. അത് നമ്മളെ എങ്ങനെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറ്റിക്കാൻ പറ്റും. എന്നാൽ നമ്മളാണെങ്കിൽ വലിയ ബിരുദന്മാരാണാനോ. അപ്പൊ എന്താ വെച്ചാല് ഇനി നമ്മളെന്ത് ചെയ്യണേ, ബംഗാൾ ടൈഗറിന് അല്ലേ, ഇത് ബംഗാളിൽ നിന്നല്ലേ? ബംഗാളിൽ നിന്നൊക്കെ അല്ല ടൈഗറിനാണ് സത്യം പറഞ്ഞ ഇവിടെ കൊണ്ടുവന്നിരുന്നത്. എന്നിട്ട് കുഞ്ഞിലൂടെ വരുന്നു ടൈഗർ. ടൈഗർ ഇങ്ങനെ ഉറങ്ങി കിടക്കായിരുന്നു. മെല്ലെ അവിടുന്ന് എണീറ്റു. നടന്ന ടൈഗർ ഇപ്പോൾ ഇവിടെ കടന്നു കേട്ടോ. കാണികളെല്ലാവരും ആകാംക്ഷാഭരിതരായി
മൃഗങ്ങളെ കണ്ട് സന്തോഷിക്കുന്നു. ഇനി ഇതാ ഇതിന്റെ മുകളിലൊന്ന് കിടക്കുന്നുണ്ട്. ആ മരത്തിന്റെ മുകളിലാക്കണേ. മരത്തിന്റെ മുകളിൽ ഒരു ടൈഗർ, അടിയിൽ ഒരു 3-4 കിടക്കുന്നുണ്ട്. ടൈഗേഴ്സ് ഏതാണോ കടത്തം? 4 ടൈഗർ. ഇവിടെ ഒരു പക്ഷി, ഒരു പേടില്ലാതെ ഒരു പക്ഷി നടക്കുന്നു. കാരണം പക്ഷിക്കറിയാം എനിക്ക് പാറി രക്ഷപ്പെടാൻ പറ്റും. 5-6 ഒന്നുമല്ല. ഹിപ്പോപ്പൊട്ടാമസ് വെള്ളത്തിൽ കിടക്കണേ. ഹിപ്പോപ്പൊട്ടാമസ് വെള്ളത്തിൽ കിടക്കാട്ടോ. ഇനി ഇവിടെ 2-3 എണ്ണം. ഹിപ്പോപ്പൊട്ടാമസ്. ഇതെന്താ പക്ഷികളുടെ ഒരു ലോകാട്ടോ ഇവിടെ. ഇതെന്താണ് എമു? എമു നോട്ട് ഇമ്മു, എമു. ഇമ്മു അറിയാം. എമു. പ്ലീസ് സ്ലോ ഡൗൺ, പ്ലീസ് സ്ലോ ഡൗൺ. ഇതാണ് ഹിമാലയൻ ബിയർ. ഹിമാലയൻ ബിയർ ആണ് കേട്ടോ. കരടി. ഓ അവിടെയൊക്കെ ഉണ്ട്. സഫാരി പാർക്കിൽ നമ്മൾ മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടക്കാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. ചത്തുറങ്ങണ ബുക്ക. അല്ലല്ല, എല്ലാരും ഇവിടെ ആകാംക്ഷഭരിതരായി മൃഗങ്ങളെ കണ്ടിരിക്കുന്നിടയിൽ ആ ബുക്ക ഭയങ്കര ഉറക്കം. ഫുൾ കട്ട്. ആ ബുക്ക കട്ടായി ഉറങ്ങാണ്. വീഡിയോ ഉണ്ട്. ആ ബുക്കിന്റെ വ്ളോഗ് ഫുള്ളിരുന്ന് കാണണം കേട്ടോ. നിങ്ങൾക്കെല്ലാം ശിക്ഷയാണത്. നമ്മളെ ഡ്രൈവർ കേട്ടോ. 5 ദിവസം നമ്മളെ തായ്ലൻഡിലൂടെ കൊണ്ടുനടന്നത് ഇദ്ദേഹമാണ്. ബാങ്കോക്ക് സിറ്റിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ 5 ദിവസത്തെ നമ്മളെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ യാത്ര അവസാനിക്കാൻ പോവാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന പോക്കാണ് കേട്ടോ. ഓ ചൈനീസ് ന്യൂ ഇയർ ആയിരുന്നു ഇന്നലെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നല്ല ട്രാഫിക്കാന്ന് പറഞ്ഞത്. ഹെവി ട്രാഫിക്. Okay, divert this too. Okay, no? Okay, safe journey and safe trip, and see you again for the next time, na? And so kind of you to. അപ്പോൾ നമ്മൾ 5 ദിവസത്തെ തായ്ലൻഡ് ട്രിപ്പ് അവസാനിച്ചു. നമ്മളെല്ലാവരും എയർപോർട്ടിലെത്തി. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകണം. നമ്മളെ ഫ്ലൈറ്റ് ഒരു 1 മണിക്കൂർ ലേറ്റാണ്. അപ്പോൾ ഞാൻ അവിടെ ലോഞ്ചിൽ എവിടെയെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ല അടിപൊളിയൊരു ട്രിപ്പായിരുന്നു. നമ്മളെ ഗൈഡ് ചെയ്തവരാവട്ടെ. അതുപോലെ ഈ 5 ദിവസം നമ്മൾ യാത്ര ചെയ്തിരുന്നത് ആ ബസ്സിലാട്ടോ. ഫുള്ള് നമ്മളെ ആ ഡ്രൈവറാണെങ്കിലും ഒക്കെ നമ്മളെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഉള്ളിലേക്ക് പോകാൻ നമ്മൾ ഡോൺമിയോങ് എയർപോർട്ടിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് 1 6 2 6 ആണ്. അപ്പോൾ വിൻഡോ സീറ്റിംഗ് ഒന്നുണ്ടാവും. ആദ്യമായിട്ട് കയറുന്ന ആളുകൾക്ക് വിൻഡോ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ രണ്ടാമത് പൊല്യൂഷൻ കൂടുന്ന സമയത്ത് ജനൽ തുറക്കാൻ പറയാം. അത് തുറക്കാൻ അറിയില്ല. രണ്ടാൾക്ക് വിൻഡോ സീറ്റ് ഇല്ല. നമ്മുടെ ഫ്ലൈറ്റ് ഇതാണ്, എയർ ഏഷ്യ. പിന്നെ വേറെ സീനുണ്ട്. CID മൂസ 2ന്റെ ഷൂട്ടിംഗ് ആണ്. സെലികുമാറാണ് വണ്ടി ഇരിക്കുന്നത്. അതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സിൽ കണ്ടിട്ടില്ലേ? എൻ്റെ തന്നെ സെലികുമാറാണ്. അപ്പം മൂപ്പരെ വെച്ചിട്ടാണ് ബാക്കി എടുക്കുന്നത്. കുഴപ്പമുണ്ടോ? കൊച്ചിക്കുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് എല്ലാവരും കൊച്ചിക്കുള്ളത്. കാരണം എല്ലാവരും തിരിച്ചു നാട്ടിലേക്ക് കയറി തുടങ്ങി. ബൈ ബൈ തായ്ലാൻഡ്. അതെ, തായ്ലൻഡിനോട് ഇവിടെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും നാട്ടിലേക്ക് പോകുന്നു. അഭിനയ ചേച്ചി ഇവിടെ പിടിച്ചോളി. സ്റ്റോറേജ് ഇല്ല, ഫുള്ളാ.
അപ്പോൾ ഇവിടെ നിങ്ങൾ കുറേ നേരിട്ട് വിൻഡോ സീറ്റ് ഇതാവുമ്പോൾ നമുക്ക് സെറ്റാക്കാം. അവിടെ നീ ചായ എടുക്കാൻ നിർത്തും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് മാറി നിന്നാൽ പോരെ? ഓക്കെ ആണോ? അപ്പോൾ മാറിയിരിക്കാം കേട്ടോ. രാവിലെ അവിടെ ചായ എടുക്കാൻ നിർത്തൂലേ? അപ്പോൾ വിൻഡോ സീറ്റ് മാറി കൊടുക്കൊണ്ടിട്ടോ. കുറേ നേരം അവിടെ നിർത്തുമ്പോൾ മാറിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ മാറി തന്നോളൂ പോരെ. കുറേ നേരം വിൻഡോ സീറ്റ് മാറി. Dear guests, smoking and vaping are strictly prohibited.